നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി. ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. എന്ത് പണിയാണോ താനീ കാണിച്ചത്? ഈ കൊച്ചിനെ കൊണ്ട് താൻ എവിടെ പോയിക്കായിരുന്നു? സാർ എന്തിനാ വെറുതെ ഇങ്ങനെ ഷൗട്ട് ചെയ്യുന്നത്? ആദ്യം എന്താ ഉണ്ടായെന്ന് തിരക്കണം, അതിനുശേഷം മതി ഷൗട്ടിങ്ങും ശകാരവും ഒക്കെ. കാര്യം അറിയാതെ വെറുതെ BP കൂട്ടിയിട്ട് ഒരു കാര്യമില്ലെന്ന് മനസ്സിലാക്കുക സാറേ. സ്കൂൾ ടൈം കഴിഞ്ഞ് കാറും എടുത്ത് ഞാൻ വീട്ടിലേക്ക് പോയി. വീട്ടിലെത്തി വണ്ടി നിർത്തി അകത്തേക്ക് ഞാൻ പോവാൻ നേരവാ മാസ്റ്റർ എന്നുള്ള വിളി കേൾക്കുന്നത്. തിരിഞ്ഞു നോക്കുമ്പോ പിൻ സീറ്റിൽ മഴയുണ്ട്. ഈ കുഞ്ഞ് കാറിലുണ്ടെന്ന് അറിഞ്ഞ നിമിഷം തന്നെ ഞാൻ മഴയും കൊണ്ട് ഇങ്ങോട്ട് തിരിച്ചു പോന്നു. ഇതിലിപ്പോ എന്റെ ഭാഗത്തുണ്ടായ തെറ്റെന്താന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. മഴ എങ്ങനെയാ മാസ്റ്ററുടെ കാറി വന്നേ? ഞാൻ മാസ്റ്ററിന്റെ കാറിൽ കയറി ഒളിച്ചിരുന്നതാ. ഒളിച്ചോന്നോ? എന്തിന്? മാസ്റ്ററിന്റെ കൂടെ മാസ്റ്ററിന്റെ വീട്ടിൽ പോവാൻ. എനിക്ക് മാസ്റ്ററിനെ അത്രയ്ക്ക് ഇഷ്ടാ. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ, ഗേറ്റ് കിടന്ന് ഒരു കുട്ടിയും പുറത്തു പോയിട്ടില്ലെന്ന്. മാഷിന്റെ കാറിനുള്ളിൽ ഇരുന്ന് പോയ കുട്ടിയെ ഞാനങ്ങനെ കാണാനാ? ഇനി ഓരോരുത്തരായി അവരുടെ ഭാഗം ന്യായീകരിക്കണ്ട. കുഴപ്പം എന്താണെന്ന് വെച്ചാൽ മഴയുടെ പാരന്റ്സ് ഇപ്പോ വരും, ഇവളെ അന്വേഷിച്ചു പോയിരിക്കുന്ന മുത്തശ്ശി ഇപ്പോ വരും. അവരോടൊക്കെ ഞാൻ എന്താ പറയേണ്ടത്? കുട്ടി മാസ്റ്ററുടെ കൂടെ പോയിരുന്നു എന്ന് പറഞ്ഞാൽ മതിയോ? നോക്ക്, ഇപ്പോൾ ഈ വിവരം നമ്മൾ മാത്രമേ അറിഞ്ഞിട്ടുള്ളൂ. തൽക്കാലം അത് അങ്ങനെ തന്നെ ഇരിക്കട്ടെ. മാസ്റ്ററെ, കുട്ടി കൂടെ വന്ന കാര്യം തൽക്കാലം ആരോടും പറയണ്ട. മാസ്റ്റർ വേഗം തിരികെ പോകാൻ നോക്ക്. പ്ലീസ് മാസ്റ്റർ, ഇത് ഈ സ്ഥാപനത്തിന്റെ ഫ്യൂച്ചറിന്റെ പ്രശ്നമാണ്, നിലനിൽപ്പിന്റെ പ്രശ്നമാണ്. സഹകരിക്കണം പ്ലീസ്. മാസ്റ്റർ വേഗം പൊയ്ക്കുള്ളൂ, പൊയ്ക്കുള്ളൂ. ഓക്കെ, ഇറ്റ്സ് ഓക്കെ. മോളെ, ഓക്കെ, ബൈ. മാസ്റ്റർ ടാറ്റാ. ടാറ്റാ. മോൾക്ക് MK മാസ്റ്ററിന് ഒരുപാട് ഇഷ്ടമാണല്ലേ? ഓ, ഒരുപാട് ഇഷ്ടമാണ്. ആണോ? എങ്കിൽ മോൾ എന്റെ കൂടെ വാ. ദീപ ടീച്ചർ വന്നേ, ഒരു കാര്യം ചോദിക്കാനുണ്ട് എനിക്ക്. വാ ടീച്ചർ, നമുക്ക് പോവാം. അതെ, ഞങ്ങൾ തിരിച്ചു വരും മുമ്പ് ആര് വന്നാലും മഴയെ കിട്ടിയിട്ടില്ലെന്ന് മാത്രം പറഞ്ഞാൽ മതി, കേട്ടല്ലോ? ശരി സാർ. മോളെ, അങ്കിൾ ഒരു കാര്യം ചോദിക്കട്ടെ? മാസ്റ്റർ പോലും അറിയാതെ മോളെന്തിനാ മാസ്റ്ററുടെ കാറിൽ കയറിയിരുന്നത്? അതെ, മാസ്റ്റർ എനിക്ക് വലിയ ഇഷ്ടാ. അതെന്താ മാസ്റ്ററോട് ഇത്ര അധികം ഇഷ്ടം? മാസ്റ്റർക്ക് എന്നെ ഇഷ്ടമാണ്, അത് തന്നെ കാരണം. എനിക്ക് എപ്പോഴും മാസ്റ്ററിനെ കാണണമെന്നൊക്കെ തോന്നും. മോക്ക് MK മാസ്റ്റർ ഒരുപാട് ഇഷ്ടമാണെന്ന് പറയുന്നു. ഇനി അതിലൊരു കുഴപ്പമുണ്ടല്ലോ മോളെ. എന്ത് കുഴപ്പം? മോള് മാസ്റ്ററുടെ കൂടെ മാസ്റ്ററുടെ വീട്ടിൽ പോയെന്ന് വീട്ടിലറിഞ്ഞാല് മോളുടെ അമ്മ വഴക്ക് പറയില്ലേ?
മോളെ സ്കൂളിൽ നിന്ന് കാണാതായെന്ന് പറഞ്ഞാൽ പാരന്റ്സ് നേരെ സ്കൂളിൽ വരും, ഇവിടെ വന്ന് വഴക്കുണ്ടാക്കും. MK മാസ്റ്ററുടെ കൂടെയാണ് മോള് പോയതെന്ന് അറിഞ്ഞാൽ MK മാസ്റ്റർക്ക് ഇവിടെ ജോലി കൊടുക്കരുതെന്ന് പറയും. അപ്പോ എനിക്ക് മാസ്റ്ററെ ഈ ജോലി എന്ന് പറഞ്ഞു വിടേണ്ടി വരും. അയ്യോ വേണ്ടങ്ങളെ, MK മാസ്റ്റർ പാവാണ്. MK മാസ്റ്റർ ജോലിയിൽ നിന്ന് പറഞ്ഞു വിടല്ലേ. മാസ്റ്റർ ഇവിടെ തന്നെ ജോലിക്ക് നിന്നാ മതി. അപ്പോ മാസ്റ്റർ ഇവിടെ നിന്ന് പോകാൻ പാടില്ല അല്ലേ? ആ മാസ്റ്റർക്ക് ഇവിടെ തന്നെ ജോലി കൊടുക്കണം അല്ലേ? ആ ഓക്കെ, ഞാനത് സമ്മതിക്കാം. പക്ഷേ മോളുടെ അമ്മയോട് ഒരു കള്ളം പറയേണ്ടി വരും. മോളെ പറഞ്ഞ് മനസ്സിലാക്കി ടീച്ചറെ. അല്ലെങ്കിൽ അറിയാലോ സ്കൂളിന്റെ റെപ്യൂട്ടേഷൻ, കുട്ടിയെ കാണാതായതിൽ ടീച്ചറിന്റെ ഉത്തരവാദിത്വം എല്ലാം പ്രശ്നമാവും. ജോലി പോകുന്നത് MK മാസ്റ്റർക്ക് മാത്രമല്ല, ടീച്ചറിന്റെ കൂടെ ആയിരിക്കും. നോക്കുമോളെ, മോള് മാസ്റ്റർ കൂടെ പുറത്തു പോയിന്ന് അറിഞ്ഞാ മോളുടെ പാരന്റ്സ് പ്രശ്നം ഉണ്ടാക്കും. MK മാസ്റ്റർ ജോലി മാത്രമല്ല, ടീച്ചറിന്റെ ജോലിയും പോവും. ചിലപ്പോ മോളെ പിന്നെ ഈ സ്കൂളിലേക്ക് വിടില്ല. എല്ലാവരോടും ഈ സാറ് പറയുന്ന പോലെ മോള് പറയോ? വേറൊന്നും വേണ്ട, ഒരു ചെറിയ കള്ളം. എന്താ എല്ലാവരോടും പറയേണ്ടതെന്ന് അങ്കിള് പറഞ്ഞുതരാം, അതുപോലെ പറഞ്ഞാ മതി. ശ്ശോ, എന്തൊക്കെയാ ഇവിടെ നടക്കുന്നേ? ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ. മഴേന്ദ്ര MK മാസ്റ്ററുടെ കൂടെ പോയത്? മാഡം സമാധാനായിട്ടിരിക്കേ, എന്തായാലും കുഞ്ഞിനെ തിരികെ കിട്ടിയല്ലോ. ജോൺ മാത്യു സാർ എന്തിനാ ദീപ ടീച്ചറെ മഴയെ വിളിച്ചോണ്ട് അങ്ങോട്ട് പോയത്? ഇപ്പൊ പേരൻസ് എങ്ങാനും വന്നാൽ എന്തു മറുപടി പറയും? ടീച്ചറെ, ഇനി അവിടെ നോക്കാൻ ഒരു സ്ഥലം ബാക്കിയില്ല. മോള് സ്കൂളിലൊന്നുമില്ല. എന്റെ കുഞ്ഞിനെ ആരോ പിടിച്ചോണ്ട് പോയെന്നാ തോന്നുന്നേ. എന്റെ ഈശ്വര. അമ്മ സമാധാനായിട്ടിരിക്കേ, മോക്കൊന്നും സംഭവിക്കില്ല, കുഞ്ഞിനെ തിരികെ കിട്ടും. മോളെ കാണാതായ സമയം മുതല് എല്ലാവരും ഇത് തന്നെയാ പറയുന്നേ. മോൾക്കൊന്നും സംഭവിക്കില്ല എന്ന്. ഇപ്പൊ സമയം എത്രയായി? ആരെങ്കിലും പോലീസിലൊന്ന് വിളിച്ചറിയിച്ചോ? ഇതിനെ ആരും അത്ര തമാശയായിട്ട് കാണണ്ട. മഴമോളുടെ അമ്മ ആരാണെന്ന് നിങ്ങൾക്ക് ആർക്കും അറിയില്ല. ഒറ്റ ഒരിടത്തിനെ വീടില്ല അവൾ, നോക്കിക്കോ. മോനെ, നമ്മുടെ മഴമോളെ കാണാനില്ലെന്ന് ഞാൻ അറിഞ്ഞു വശമ്മ. സുന്ദരി വിളിച്ചു പറഞ്ഞു. ഞാനൊന്ന് ചോദിക്കട്ടെ ടീച്ചറെ, സ്കൂൾ മുഴുവൻ നോക്കിയായിരുന്നോ? അത് പിന്നെ ഇത്ര നേരം എല്ലാരും നോക്കുമായിരുന്നു. മോള് സ്കൂളിലെങ്ങും ഇല്ല. മോനെ ആദി, മഴമോള് നിന്നോട് എന്തെങ്കിലും പറഞ്ഞോ? ഞാൻ ഒന്ന് ഓർത്തു നോക്കിയേ. അവസാനം അവൾ എങ്ങോട്ടാ പോയേ? അത് പിന്നെ അവള് PT മാസ്റ്ററിനെ കാണാൻ പോയെന്നാ തോന്നുന്നേ. അച്ഛൻ, എനിക്ക് പേടിയാവുന്നു. മഴയുടെ ക്ലാസ് ടീച്ചറോടെ സ്കൂൾ വിട്ട് കഴിഞ്ഞാൽ കുട്ടികളെ കൃത്യമായി പാരന്റ്സിനെ ഏൽപ്പിച്ചു വിടാനും ബേസിക് ആയിട്ട് വിടാനുള്ള റെസ്പോൺസിബിലിറ്റി അവർക്കില്ലേ? അത് ക്ലാസ് ടീച്ചറിനല്ലേ? ഡി ടീച്ചർ എവിടെ? അതോ ടീച്ചർ നേരത്തെ വീട്ടിൽ പോയോ? ഇല്ല, ടീച്ചർ മോളെ നോക്കാനായിട്ട് പോയേക്കുവാ. സ്കൂൾ മാനേജറോ?